അരുൺ, നമുക്ക് ഒരു സെലക്റ്റീവായിട്ടുള്ള മെമ്മറിയാണ് എല്ലാ കാര്യത്തിലും എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ സിദ്ധാർത്ഥ ശങ്കർ റായിയെ നമ്മൾ ഓർക്കില്ല. നമ്മൾ ജ്യോതി ബസുവിലെയും ബുദ്ധദേവ് ഭട്ടാചാര്യയിലേക്കും മാത്രമാണ് നമ്മൾ എത്തുക എന്നുള്ളത് ഒരു കാര്യം. അത് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. രണ്ടാമത്, ഇന്നെങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് എന്ന് ഞാൻ അത്ഭുതം കൂറുകയാണ്. കാട്ടാക്കടയിലെ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. കാട്ടാക്കടയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ പ്രതിഷേധത്തിൻ്റെ മറവിൽ 20ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെയുള്ള കടകളിൽ ഒളിച്ചിരിക്കുകയാണ്. കടകളിൽ ഒളിച്ചിരുന്നിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് മുമ്പിലേക്ക് ചാടുന്നു. ഇത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം മുതൽ മുഖ്യമന്ത്രി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ? ഈ അക്രമവും സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താ മുഖ്യമന്ത്രി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? അരുണിൻ്റെ തന്നെ ഇൻ്റർവ്യൂവിലാണല്ലോ മുഖ്യമന്ത്രി അരുൺ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. അതേസമയം മുഖ്യമന്ത്രി ആ കരിങ്കൊടി പ്രതിഷേധം കാണുന്നു. നോക്കൂ, ഇത് കാണാതെ പോകണ്ട. ഈ നിലയിലുള്ള കരിങ്കൊടി പ്രതിഷേധത്തിന് ആരുമല്ല, ഇത് ജനാധിപത്യപരമായിട്ടുള്ള കരിങ്കൊടി പ്രതിഷേധമാണ്. എന്നാൽ വാഹനത്തിൻ്റെ മുമ്പിലേക്ക് ചാടിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം, അതേക്കുറിച്ച് ആ പ്രത്യാഘാതത്തെക്കുറിച്ച് മാത്രമായിരുന്നു സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇന്നലെ കൊല്ലത്ത് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ കുറച്ചുകൂടി വിശദീകരിച്ചു പറഞ്ഞു. വാഹനത്തിൻ്റെ മുമ്പിലേക്ക് ചാടി ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടം, ആ അപകടത്തിൽ പിടിച്ചുകൊണ്ട് പിൽക്കാലത്ത് സൃഷ്ടിക്കാവുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള സംഭവവികാസങ്ങൾ, ഈ ലക്ഷ്യം വെക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ച കെ സുധാകരൻ്റെ ഒരു സൗണ്ട് ബൈറ്റ് ഉണ്ട്. വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടിയാൽ ആ ചാടുന്നവനല്ലേ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടത്, നിങ്ങൾക്കെന്താ എന്നാണ് KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ ചോദിക്കുന്നത്. അങ്ങനെ ചാടിയാൽ ഞങ്ങളുടെ പ്രവർത്തകന് ജീവൻ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്കെന്താ എന്ന് പച്ചക്ക് ചോദിക്കാൻ കെ സുധാകരന് കഴിയുന്നു. അങ്ങനെ ഒരു പ്രവർത്തകൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ മാത്രമായി അത് അവസാനിക്കില്ല എന്നുള്ളതും അത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഉത്തരവാദിത്തമായി രാഷ്ട്രീയമായി ദുരുപയോഗിക്കപ്പെടും എന്നുള്ളതൊക്കെ അറിയാവുന്ന പിണറായി വിജയനെയും CPM-നെയും സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, സ്വാഭാവികമായും ആ നിലയിൽ വാഹനത്തിന് മുമ്പിലേക്ക് ചാടാതെ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചു എന്നുള്ളതാണ് അവർ CPM വിശദീകരിക്കുന്നത് അക്കാര്യത്തിൽ. നോക്കൂ, ഇവിടെ കാട്ടാക്കടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടയ്ക്കകത്ത് ഒളിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്ന വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടുന്നു. ആ ചാടുന്ന ഘട്ടത്തിൽ ആ വാഹനത്തിന് കടന്നു പോകാൻ വേണ്ടി അകമ്പടി വാഹനം വഴിയൊരുക്കുന്നു എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിച്ചിട്ടുള്ളത്. ശരിയാണ്, ഒരു പ്രവർത്തകൻ്റെ കാലിനോട് ആ വാഹനം കയറിപ്പോയി. നോക്കൂ, ഇത് തന്നെയാണ്. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്? നോക്കൂ, നിങ്ങൾ വാഹനം കയറ്റി കൊല്ലാൻ നോക്കുകയാണെന്നാണ് പറയുന്നത്. ഇതെന്താ സംഭവിക്കുന്നത്? നോക്കൂ, എരിപുരത്താണല്ലോ ഈ സംഭവം ആദ്യം ഉണ്ടായിട്ടുള്ളത്. എരിപുരത്ത് അരുൺ ഉണ്ടായിരുന്നല്ലോ. എരിപുരത്ത് ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൻ്റെ ഒരു അറ്റത്ത് എരിപുരത്ത് ഈ വാഹനം തടഞ്ഞു എന്ന് വിചാരിക്കുക. തടഞ്ഞിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ആ വാഹനം അവിടെ നിർത്തുന്നത് നമ്മളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണും. ഇത് തൊട്ടടുത്ത ജംഗ്ഷനിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ KSU പ്രവർത്തകനെ പ്രകോപിപ്പിക്കും, അല്ലെങ്കിൽ അതൊരു ഒരു 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 ഇൻസ്പിറേഷനായി മാറും. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? കഴിയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വാഹനം മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് വിശകലനമാണ് നടത്തുക? ആ വിശകലനം, കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും റോഡിലിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം, ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്തിനാണ് അധികാരത്തിൽ തുടരുന്നത്, അവർക്ക് രാജിവെച്ചിറങ്ങിപ്പോയിക്കൂടെ എന്നുള്ള ഒരു ചോദ്യമായിരിക്കും സ്വാഭാവികമായി ഉണ്ടാവുക. അതിന് പ്രതിരോധം തീർക്കേണ്ടത് രാഷ്ട്രീയമായി CPM-ൻ്റെ ആവശ്യമാണ്. ആ നിലയിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ചുമതല കേരളത്തിലെ പോലീസിനാണ്. അതവർ ചെയ്യും, അതാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഏതായാലും ഇന്ന് കാട്ടാക്കടയിൽ നമുക്ക് വരച്ച് കാണിച്ചു തന്നു എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ആ ഘട്ടത്തിൽ പോലും നമ്മൾ പിന്നെയും പഴയ പാട്ട് പാടുമ്പോൾ അത്ഭുതം കൂറാതെ നിവർത്തിയില്ല എന്നുള്ളതാണ്. നമുക്ക് അടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഞങ്ങൾ അടിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അടിക്കാൻ തീരുമാനിച്ചാൽ അടി കൊള്ളാനും തീരുമാനിക്കണമെന്നേ. അടി കൊള്ളുമ്പോൾ നിങ്ങൾ അടി കൊള്ളുമ്പോൾ മാത്രമായിട്ടുള്ള ഒരു കരച്ചിൽ വേണ്ട. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? ആറ്റിങ്ങലിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള സുഹൈലിൻ്റെ വീടും വാഹനവും DYFIക്കാർ അതിക്രമിച്ച് കയറി തകർക്കുന്നത് നമ്മൾ CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്.
അതിന് ബദലായി CPM പ്രവർത്തകനും ആറ്റിങ്ങൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള നജീലിൻ്റെ വീട് യൂത്ത് കോൺഗ്രസ്സുകാർ ആക്രമിച്ചു. അപ്പോൾ ഒരടി അങ്ങോട്ട് കൊടുത്തു, ഒരടി ഇങ്ങോട്ട് കിട്ടി എന്നുള്ള നിലയിൽ ആറ്റിങ്ങലിൽ കാര്യങ്ങൾ പുരോഗമിച്ചു. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എവിടെ? കാട്ടാക്കടയിലാണ്. കാട്ടാക്കടയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി. അവിടെ സംഘടിച്ചിട്ടുള്ള DYFIക്കാർ അതിനെ പ്രതിരോധിച്ചു. അപ്പോൾ അടിക്കാൻ തീരുമാനിച്ചാൽ അടിക്കൊള്ളാനും തീരുമാനിക്കണം എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാളെ എന്തായാലും ഇതിൻ്റെ ഒരു ഫൈനൽ ക്ലൈമാക്സ് തന്നെയാണ് സംഭവിക്കുന്നത്. നാളെ എന്താ സംഭവിക്കുന്നത്? അരുൺ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അറിവനുസരിച്ച് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പോലീസുകാരെ തിരുവനന്തപുരത്ത് വിന്യസിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് വലിയ നിലയിൽ സുരക്ഷാ മുൻകരുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെ നാളെ കാണാം എന്നാണെങ്കിൽ നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് സംബന്ധിച്ച് പോലീസിന് വലിയ ആശങ്കയുണ്ട്. അടിച്ച് തീർക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അടി കൊടുക്കുന്നവർ, അടി വാങ്ങുന്നവർ രണ്ടുപേരുടെയും മാത്രം ഉത്തരവാദിത്തമായിരിക്കും. അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമായിരിക്കില്ല എന്നാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്. അത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, രണ്ട് മുന്നണികൾ തമ്മിലുള്ള സംഘർഷം അത് കേരളത്തിലെ ജനങ്ങളുടെ ചെലവിലേക്കാണ് എത്താൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു പൗരൻ എന്നുള്ള നിലയിൽ മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ചെലവിൽ ഈ സംഘർഷം കൊണ്ടു നടക്കാൻ ഇരു മുന്നണികളും ശ്രമിക്കരുത്. അതിൽ നിന്ന് പിന്മാറണം എന്നാണ് എനിക്ക് തുടക്കത്തിൽ ആവശ്യപ്പെടാനുള്ളത്. Meet the editors.